Hi children, good morning. Today we can continue the lesson 7, Safety and First Aid. Safety and First Aid. And today we are going to study about burns. Burns. Pollalugal. Okay. Then in spite of all precautions, a moment of carelessness can cause accidents. നമ്മൾ എത്ര തന്നെ സൂക്ഷിച്ചാലും ചിലപ്പോൾ അശ്രദ്ധ മൂലം നമുക്ക് ചില ആക്സിഡൻസുകൾ ഉണ്ടാകാം. അതുപോലെ ഉണ്ടാകുന്ന ഒരു ആക്സിഡൻ്റ് ആണ് ഫയർ ആക്സിഡൻസ്. അപ്പോൾ ഇങ്ങനെ ഫയർ ആക്സിഡൻസ് മൂലം തീ കൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ മൂലം ഉണ്ടാകുന്നതാണ് ബേൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ബേൺസ്. Burns may be different types. They can be minor burns, then severe, third degree, or chemical burns. Burns can be minor, severe, third degree, or chemical burns. First one is the minor burns. Minor burns എന്ന് വെച്ചാൽ വളരെ ചെറുതായിട്ടുണ്ടാകുന്ന പൊള്ളലുകൾ. മൈനർ ബേൺസ്. മൈനർ ബേൺസ് ആർ ഓൾവേസ് കോസ്ഡ് ബൈ when any hand or any part of your body comes in contact with one hot object like pressure cooker or a tawa or any other vessels. In a second, ഒരു കുറച്ച് സമയത്തേക്ക് നമ്മൾ ആ ചൂടുള്ള ഒബ്ജക്ട്സിൽ നമ്മൾ ടച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്തുണ്ടാകാം? ബേൺസ് ഉണ്ടാകാം. ദീസ് ആർ ദ മൈനർ ബേൺസ്. അപ്പോൾ വളരെ ചെറിയ സമയത്തിന് ഇച്ചിരി നേരം മാത്രമേ നമ്മൾ അതിൽ കോണ്ടാക്ട് വരുന്നുള്ളൂ അതുമായിട്ട്, ആ ഹോട്ട് ഒബ്ജക്ട്സുമായിട്ട്. ദീസ് ആർ ദ മൈനർ ബേൺസ്. അത് വളരെ ചെറുതായിട്ടുള്ള പൊള്ളലായിരിക്കും നമുക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്കിന്നിന് പുറമേ ആയിട്ട് ചെറിയൊരു ചൂട് തട്ടിയത് മൂലമുണ്ടാകുന്ന ഒരു ചെറിയൊരു പെയിൻ നമുക്ക് ഫീൽ ചെയ്യും. ആൻഡ് ഈവൻ ഇഫ് എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് ഓയിൽ സ്പ്ലാഷ് ഓൺ അവർ ബോഡി. ചിലപ്പോൾ നമ്മുടെ ശരീരത്തിൽ ചെറിയ ചൂട് തിളച്ച എണ്ണ ചിലപ്പോൾ വീണായിരിക്കാം, വളരെ കുറച്ച് മാത്രം. അങ്ങനെ വീഴുമ്പോൾ ചെറുതായിട്ട് നമ്മൾക്ക് എന്തുണ്ടാകും? ബേൺസ് ഉണ്ടാവാറുണ്ട്. ആൻഡ് ടു ഗെറ്റ് എ റിലീഫ് ഫ്രം ദിസ് പെയിൻ, ബേണിംഗ് സെൻസേഷൻ, ഈ ബേണിംഗ് സെൻസേഷനിൽ നിന്നും അല്ലെങ്കിൽ ഇതിന് മൂലം ഉണ്ടാകുന്ന പെയിനിൽ നിന്നും നമുക്ക് റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് ഹോൾഡ് ദ ബേൺഡ് പാർട്ട് അണ്ടർ റണ്ണിങ് വാട്ടർ. അപ്പം പൊള്ളിയ ആ ഭാഗം നല്ല തണുത്ത വെള്ളത്തിൻ്റെ അടിയിൽ നമ്മൾ വെക്കുക, അല്ലെങ്കിൽ പൈപ്പ് തുറന്നിട്ട് അതിൽ പിടിച്ചു കൊടുക്കുക. യു ക്യാൻ ഓൾസോ റാപ്പ് എ ഹാൻഡ് കർച്ചീഫ് സോക്ക്ഡ് ഇൻ ഐസ് കോൾഡ് വാട്ടർ എറൗണ്ട് ദ ബേൺ. അപ്പോൾ ഒരു ഹാൻഡ് കർച്ചീഫ് ഐസിൽ കവർ ചെയ്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ടെങ്കിലും അത് നമ്മൾക്കൊന്ന് കവർ ചെയ്ത് നമ്മുടെ പൊള്ളിയ ഭാഗത്ത് കവർ ചെയ്ത് വെച്ചാൽ നമുക്ക് ആ പെയിനിൽ നിന്നും അല്ലെങ്കിൽ ആ ബേണിംഗ് സെൻസേഷനിൽ നിന്നും റിലീഫ് കിട്ടും. Then keep doing this till the burning sensation subsides. And also we can apply antiseptic cream can be applied to prevent the infection in the burned area. If the skin is blistered or peeled, അപ്പോൾ നമ്മുടെ സ്കിന്നിൽ ഒന്നെങ്കിൽ നല്ല പൊള്ളി ഇങ്ങനെ പൊങ്ങി വരികയാണെങ്കിലോ അല്ലെങ്കിൽ അതിൽ മുറിവുകൾ ഉണ്ടാവുകയാണെങ്കിലാണ് നമ്മൾ ആൻറ്റിസെപ്റ്റിക് ക്രീംസ് അപ്ലൈ ചെയ്യുന്നത്. ദിസ് ഈസ് മൈനർ ബേൺസ്. മൈനർ ബേൺസ് are caused if your hand or any part of your body comes in contact with a hot object. And to get a relief from this sensation, this burning sensation, what we want to do? Hold the burnt area under running water, or we can wrap with a handkerchief which is soaked in the cold water, or you can apply ice, wrap ice in the handkerchief and we can wrap around this area. Okay, these are the precautions we can do
Equations note, first aid we can do in the severe burns. Next one, severe burns not the minor burns. Next one is the severe burns. കുറച്ചുകൂടി minor ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ പൊള്ളലുകളാണ്. Next one is the severe burn. കുറച്ചുകൂടി എന്ത് ചെയ്യുന്നു, നല്ല പോലെ പൊള്ളലേക്കുകയാണെങ്കിൽ അതിനെ ആ ബേണിനെയാണ് സിവിയർ ബേൺസ് എന്ന് പറയുന്നത്. Severe burns are caused if a whole vessel of boiling water or any liquid or oil and spill on a person. നല്ല തിളച്ച വെള്ളമോ എണ്ണയോ ഒക്കെ നമ്മുടെ ശരീരത്തേക്ക് നല്ല ഡയറക്റ്റ് വീഴുകയാണെങ്കിൽ അതൊരു സിവിയർ ബേണിന് കാരണമാകും, നല്ല പോലെയുള്ള പൊള്ളലിന് കാരണമാകും. അതല്ലെങ്കിൽ ചിലപ്പോൾ ഫയർ ക്യാച്ചസ് അവർ ഡ്രസ്സ്, നമ്മുടെ ഡ്രസ്സിൽ തീ പിടിക്കുകയാണെങ്കിൽ ഇപ്പോഴും നമുക്ക് നല്ല സിവിയർ ബേൺ ഉണ്ടാകും. ആൻഡ് ബ്ലിസ്റ്റേഴ്സ് മേ ബിഗിൻ ടു ഫോം. ബ്ലിസ്റ്റേഴ്സ് അതിങ്ങനെ ചൊള്ളച്ച് വരാൻ തുടങ്ങും, സ്കിന്നിൽ ഇങ്ങനെ കുമ്മളകൾ പോലെ ചൊള്ളച്ച് വരാൻ തുടങ്ങും, അതിനെയാണ് ബ്ലിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ബ്ലിസ്റ്റേഴ്സ് മേ ബിഗിൻ ടു ഫോം ആൻഡ് ഡു നോട്ട് ട്രൈ ടു പ്രിക്ക് ദം. ഒരു കാരണവശാലും ഈ ബ്ലിസ്റ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പൊട്ടിക്കാൻ പാടില്ല. ഓക്കെ, ഡു നോട്ട് ട്രൈ ടു പ്രിക്ക് ദ ബ്ലിസ്റ്റേഴ്സ്. Okay, due to the severe burn, what will come? The blisters. Blisters may begin to form in our body. Do not try to prick the blisters. And apply a sterile gauze or antiseptic cream in that area and call an adult and consult a doctor. നമ്മൾ എന്ത് ചെയ്യുക, ആൻറ്റിസെപ്റ്റിക് ക്രീം അവിടെ അപ്ലൈ ചെയ്യുക, അതിനുശേഷം ഒരു ഡോക്ടറെ വിളിക്കുക അല്ലെങ്കിൽ ഡോക്ടറെ അടുത്ത് പോയി നമ്മൾ കാണിക്കുക. നെക്സ്റ്റ് വൺ ഈസ് ദ തേർഡ് ഡിഗ്രി ബേൺസ്. തേർഡ് ഡിഗ്രി ബേൺസ്. ആ തേർഡ് ഡിഗ്രി ബേൺസ് എന്ന് പറയുമ്പോൾ ഹീറ്റ് പെനട്രേറ്റഡ് ഇൻസൈഡ് ദ സ്കിൻ. അപ്പോൾ ഹീറ്റ് എന്താണ്, നമ്മുടെ സ്കിന്നിനുള്ളിലേക്ക് കടന്നിട്ടുണ്ട് ആ എൻ്റെ ചൂട്. അതുപോലെ തന്നെ ടിഷ്യൂസ്, നമ്മുടെ സെല്ലുകൾ, ഉള്ളിലുള്ള ശരീരത്തിൻ്റെ സെല്ലുകൾ വരെ എന്തുണ്ടാകാം, ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ അതിനെ തേർഡ് ഡിഗ്രി ബേൺസ് എന്നാണ് പറയുന്നത്. അതായത് നോട്ട് ജസ്റ്റ് സ്കിൻ ജസ്റ്റ് സ്കിന്നിൻ്റെ പുറമേ അല്ല, നല്ല ആഴത്തിലുള്ള പൊള്ളലേക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ദ തേർഡ് ഡിഗ്രി ബേൺസ്. ആൻഡ് വാഷ് ഓഫ് തേർഡ് ഡിഗ്രി ബേൺസ് and it would require hospitalization. Then third degree burns ആണ് സംഭവിച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം, ഹോസ്പിറ്റലൈസേഷൻ ആവശ്യമാണ്. നെക്സ്റ്റ് വൺ ഈസ് ദ കെമിക്കൽ ബേൺസ്. അപ്പോൾ ബേൺസ്, പൊള്ളലുണ്ടാവുന്നത് കെമിക്കൽസ് മൂലമാണ് അല്ലേ. കെമിക്കൽ ബേൺസ് are caused when acids spill on someone's body, hand or some other parts of the body. എന്തെങ്കിലും ആസിഡ്സ് ഒക്കെ നമ്മുടെ ശരീരത്തേക്ക് വീണിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കെമിക്കൽ ബേൺസ് എന്ന് പറയുന്നത്. ആൻഡ് കീപ് ദ ബേൺ കവേർഡ് വിത്ത് എ ഗോസ് ടു. അപ്പോൾ ഇത് ഇങ്ങനെ ആസിഡ്സ് മൂലം നമുക്ക് പൊള്ളലേക്കുകയാണ്. വി വാണ്ട് ടു വാഷ് ഇറ്റ് വിത്ത് പ്ലെന്റി ഓഫ് വാട്ടർ. നല്ല പോലെ വെള്ളം ഒഴിച്ച് ഇതെന്ത് ചെയ്യണം, വാഷ് ചെയ്യണം. ആൻഡ് കീപ് ദ ബേൺ കവേർഡ് വിത്ത് എ ഗോസ് ടു പ്രൊട്ടക്ട് ഇറ്റ് ഫ്രം ദ ഡസ്റ്റ്. അതുപോലെ അതൊരു ഗോസ് കൊണ്ട് കവർ ചെയ്യുക, അത് എന്ത് ചെയ്യുക, ആൻറ്റിസെപ്റ്റിക് ക്രീം പുരട്ടുക. കീപ് ദ ബേൺഡ് ഏരിയ വിത്ത് ഗോസ് ടു പ്രൊട്ടക്ട് ഇറ്റ് ഫ്രം ഡസ്റ്റ്. പൊടിയൊന്നും കയറാതെ അത് സൂക്ഷിക്കുക. ആൻഡ് കൺസൾട്ട് എ ഡോക്ടർ. കൺസൾട്ട് എ ഡോക്ടർ. These are the things we want to study about burns. Burns can be severe, then minor, severe, third degree and chemical burns. Okay children, so read this one nicely and understand it. Take page number 196. Okay, read this part. Okay, thank you and have a nice day.